ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി തന്നെ വാഹനങ്ങൾ കടത്തുന്നു എന്നുള്ള അറിവ് ലഭിച്ചതിനെ തുടർന്നാണ് കസ്റ്റംസ് ഇക്കാര്യത്തിൽ അന്വേഷണം തുടങ്ങിയത്. പിന്നീട് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെയുള്ള അന്വേഷണം അവിടെ പുരോഗമിക്കുകയാണ്. സെലിബ്രിറ്റീസ് നടന്മാരായ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, നടൻ അമിത് ചക്കാലക്കൽ തുടങ്ങി 3 പേരുടെ വീടുകളിൽ എറണാകുളത്തുള്ള കൊച്ചിയിലുള്ള വീടുകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. റാഫി കരീം, നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. ഇപ്പോൾ പനമ്പള്ളി നഗറിലെ മമ്മൂട്ടിയുടെ ഗാരേജിലാണ് നിതിനുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. പലതരത്തിലുള്ള വിന്റേജ് വാഹനങ്ങൾ, അത് താരങ്ങൾക്ക് 2 പേർക്കും, മമ്മൂട്ടിക്കാകട്ടെ ദുൽഖറിനാകട്ടെ, ഇത്തരം വാഹനങ്ങളോട് പ്രത്യേക താല്പര്യമുള്ളതാണ്. അത്തരത്തിൽ ഒരുപാട് വാഹനങ്ങൾ അവിടെ കാണാനും കഴിയും. പക്ഷേ ഈ ഭൂട്ടാനിൽ നിന്ന് ഹിമാചലിൽ എത്തിച്ച് ഇങ്ങനെ നിയമവിരുദ്ധമായി കൊണ്ടുവന്ന വാഹനങ്ങൾ, അത്തരം വാഹനങ്ങൾ അവിടെ എത്ര എണ്ണമുണ്ട്? അവിടെ ഇപ്പോൾ പരിശോധന നടക്കുകയാണോ? പറയൂ വിവരങ്ങൾ. സ്മിത, ഒരു വിശദമായി തന്നെയുള്ള പരിശോധനയാണ് പനമ്പള്ളി നഗറിലെ മമ്മൂട്ടിയുടെ വസതി സമീപത്തെ ഗ്യാരേജിൽ നടക്കുന്നത്. നമുക്കറിയാം, ഇത് ഈ ഒരു ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന വാഹനം എന്ന നിലയല്ല ഈ ഒരു പരിശോധന ഇവിടെ നടക്കുന്നത്. ആ ഒരു പരിശോധന ദുൽഖർ സൽമാന്റെ വസതിയിൽ തുടരുന്നുണ്ട്. പക്ഷേ ഈ ഗ്യാരേജിൽ നടക്കുന്ന പരിശോധന ഈ പഴയ കാറുകൾ, അതായത് വിന്റേജ് കാറുകളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് പഴയ കാറുകളൊക്കെ തന്നെയുണ്ട്. മമ്മൂട്ടിയുടെയും അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാന്റെയും ഒരു വാഹനങ്ങളുടെ ഉള്ള ഒരു കമ്പം നമുക്കെല്ലാം തന്നെ നേരത്തെ അറിയാവുന്നതാണ്. സമൂഹ മാധ്യമങ്ങളടക്കം അവർ തന്നെ പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഗ്യാരേജിൽ ഇപ്പോൾ ഏതാണ്ട് 8-9 വാഹനം ഇവിടെ ബെൻസിന്റെയും അതോടൊപ്പം തന്നെ BMW-യുടെയും പഴയ മോഡലുകൾ, അങ്ങനെ ഈ പഴയ വാഹനങ്ങളുടെ രേഖകളൊക്കെ തന്നെ മാറ്റിയോ തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. ഇത് പനമ്പള്ളി നഗറിലെ ഗ്യാരേജിൽ നടക്കുന്ന ഒരു പരിശോധന അതിന്റെ പരിധിയിൽ വരുന്നതാണ്. അതല്ലാതെ ഭൂട്ടാനിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്ന വാഹനം എന്ന നിലയിലുള്ള ഒരു പരിശോധനയല്ല എന്ന ഒരു നിലയിലാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു രേഖകളൊക്കെ അടങ്ങിയ ഒരു കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലുള്ള രജിസ്ട്രേഷൻ ചെയ്ത വാഹനങ്ങളാണ് ഇവിടെയുള്ളത്. കർണാടക, അതോടൊപ്പം തന്നെ പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ ഇവിടെ ഒരു ശേഖരം നമുക്ക് കാണാൻ പറ്റും. ഏതാണ്ട് 9 വാഹനങ്ങൾ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു പഴയ വാഹനങ്ങളൊക്കെ തന്നെ രേഖകൾ മാറ്റി രജിസ്റ്റർ ചെയ്തോ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം ഇവിടെ ഈ ഒരു കസ്റ്റംസ് സംഘം പരിശോധിക്കുന്നു. ഏതാണ്ട് 1 മണിക്കൂറിനടുത്തായി ഈ കസ്റ്റംസിന്റെ പരിശോധന ഇവിടെ തുടരുന്നത്. ഏതാണ്ട് ഒരു 5 കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഈ ഒരു പരിശോധനയുടെ ഭാഗമാകുന്നുണ്ട്. നമുക്കറിയാം, ഭൂട്ടാനിൽ നിന്ന് വിവിധ സംസ്ഥാനം, പ്രത്യേകിച്ചും ഹിമാചൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് പല സംസ്ഥാനങ്ങളിലേക്ക് ഈ വാഹനങ്ങൾ കൊണ്ടുപോയി എന്നുള്ള ഈ ഒരു വിവരം കസ്റ്റംസ് ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 150 മുതൽ 200ഓളം വാഹനങ്ങളാണ് അങ്ങനെ കേരളത്തിൽ ഓടുന്നത്. അതിനെ തുടർന്ന് നടത്തിയ ഒരു പരിശോധന, കൃത്യമായി ഇതിന് പിന്നെ റാക്കറ്റ് ഉണ്ട്. ആ ഒരു പരിശോധനയാണ്, ആ റാക്കറ്റിനടക്കമുള്ള കേന്ദ്രീകരിച്ചുള്ള പരിശോധനയുടെ ഭാഗമായി തന്നെയാണ് ഇതിന്റെ ഉപഭോക്താക്കളെ കേന്ദ്രീകരിച്ച് ഈ പരിശോധന നടക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു പരിശോധന രാവിലെ വിവിധ നടന്മാരുടെ വസതികളൊക്കെ നടന്നിരുന്നു. അത് തേവരയിലെ പൃഥ്വിരാജിന്റെ വസതിയിലും നടന്നു. പക്ഷേ പൃഥ്വിരാജ് അവിടെ ഇല്ലാത്തത് തുടർന്ന് പിന്നീട് അവിടെ നിന്ന് കസ്റ്റംസ് സംഘം മടങ്ങിപ്പോയി. പക്ഷേ ഇപ്പോഴും ദുൽഖർ സൽമാന്റെ വസതിയിലും അതോടൊപ്പം തന്നെ ഗ്യാരേജിലും ഈ കസ്റ്റംസ് സംഘം തുടരുന്നുണ്ട്. ഏതാണ്ട് പരിശോധനയുടെ അന്തിമഘട്ടത്തിലേക്കാണെന്ന് മനസ്സിലാക്കുന്നു. ഓരോ വാഹനങ്ങളും വിശദമായി തന്നെ പരിശോധനയുടെ പരിധിയിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് രേഖകളടക്കം ഇപ്പോൾ പരിശോധിച്ച് വരുന്നത്. അതിനുശേഷം മാത്രമേ ഏതൊക്കെ നിലയിലൊരു നടപടികൾ ഇതിൽ സ്വീകരിച്ചു എന്ന് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും 6:30 കസ്റ്റംസ് സംഘം ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. 6:00 തന്നെ ഇത് ഏതൊക്കെ തരത്തിലുള്ള ഒരു നിയമലംഘനം ഇതിൽ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ ഈ പരിശോധന അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ ഇവിടെ ദൃശ്യങ്ങൾ കണ്ടപോലെ തന്നെ പഞ്ചാബ് രജിസ്ട്രേഷൻ കേന്ദ്രീകരിച്ചുള്ള വാഹനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അല്പസമയം തന്നെ പരിശോധന നടന്നത്. അത് പൂർത്തിയാക്കി ഇപ്പോൾ മറ്റു വാഹനങ്ങളിലേക്കുള്ള പരിശോധനയിലേക്ക് എന്തായാലും കസ്റ്റംസ് സംഘം കടന്നിട്ടുണ്ട്. ഇതിപ്പോൾ മമ്മൂട്ടിയോ അല്ലെങ്കിൽ ദുൽഖർ സൽമാനോ മുൻപ് ഇപ്പോൾ ഉപയോഗിക്കാത്ത വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ വാഹനങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്നുള്ള രേഖകൾ സഹിതമുള്ള പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. ഓരോ വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് ഈ പരിശോധന നടന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള പരിശോധന ഇവിടെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂർ നടത്തി പരിശോധന തുടർന്നു. ഇപ്പോൾ ദുൽഖർ സൽമാന്റെ എളംകുളത്തെ വസതിയിലും ആ ഒരു പരിശോധന നടന്നു വരികയാണ്. അതിന്റെ തുടർച്ച നിലയിൽ തന്നെയാണ് സമാനമായ ഒരു പരിശോധന ഇവിടെ നടക്കുന്നത്. ദുൽഖർ സൽമാനും അതോടൊപ്പം തന്നെ മമ്മൂട്ടിയും പഴയ വാഹനങ്ങൾ ഇപ്പോഴും ഗ്യാരേജിൽ സൂക്ഷിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ പുറത്തേക്ക് എടുക്കാത്ത വാഹനം ആണെങ്കിൽ പോലും അന്വേഷണങ്ങൾ, വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അത്തരം വിവരങ്ങളാണ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. പരിശോധന എന്നുള്ള അതിനേക്കാൾ ഉപരി ഇത്തരം വാഹനങ്ങൾ ഇവിടെയെല്ലാം എത്തിയിട്ടുണ്ട്. ഈ നടന്മാരുടെ, താരങ്ങളുടെ വാഹനത്തിൽ ആ രീതിയിലുള്ള എത്ര വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്, ഇക്കാര്യത്തിൽ പരിശോധന നടക്കേണ്ടതുണ്ട്. കോഴിക്കോട് 3 ഇടങ്ങളിലാണ് കസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നത്. മുക്കത്ത് 2 ഇടത്തും തൊണ്ടയാടും പരിശോധനയുണ്ട്. ഒരു യൂസ്ഡ് കാർ ഷോറൂമിലും പരിശോധന നടക്കുന്നുണ്ട്. മിഥില ബാലനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. മിഥില, ഇപ്പോൾ ഈ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി ഇതുവരെ 11 വണ്ടികൾ ഈ പരിശോധനയിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. 2 ജില്ലകളിലുമായി 7 ഇടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 4 ഷോറൂം, 3 വീട്, അവിടങ്ങളിലാണ് കസ്റ്റംസിന്റെ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ 11 വണ്ടികൾ പിടിച്ചെടുത്തിട്ടുള്ളത്. സമാനമായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ള എന്ന് കണ്ടെത്തിയ വണ്ടികളാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇവയെല്ലാം തന്നെ
കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് മാറ്റും എന്നാണ് കസ്റ്റംസ് അറിയിച്ചിട്ടുള്ളത്. നിലവിലിപ്പോൾ ഒരു വണ്ടി കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് വിഭാഗത്തിൻ്റെ കൈക്കൽ അല്ലെങ്കിൽ അവരുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട് എന്ന വിവരം ലഭ്യമായിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള ബാക്കി 11 വാഹനങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് തൊണ്ടയാട് റോഡ്വേസ് ആണ്. ഇവിടെ യൂസ്ഡ് കാർ ഷോറൂമാണ്. ഇവിടെ ഇത്തരത്തിൽ ഒരു വാഹനം കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ പരിശോധന ഇപ്പോൾ നടത്തുകയാണ്. പക്ഷേ അത് ഇവിടെ നിന്നും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ആ വാഹനം ഉള്ളത്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത് ഈ ഉടമയ്ക്ക് തന്നെ തിരികെ നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും നിലവിലിപ്പോൾ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 11 ഇടങ്ങളിലാണ് പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് 3 ഇടങ്ങളിൽ, മുക്കത്ത് 2 ഇടങ്ങളിലും കോഴിക്കോട് നമ്മളിപ്പോൾ ഉള്ള തൊണ്ടയാട്ടെ ഈ ഷോറൂമിലും ആണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇത്തരത്തിൽ 11 വാഹനങ്ങൾ ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇതുവരെ നടത്തിയ പരിശോധനയിൽ 11 വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നൽകാനുള്ളത്. സ്മിത. മിഥിലാബാലനാണ് വിവരങ്ങൾ കോഴിക്കോട് നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോടും മലപ്പുറത്തുമായി 11 വാഹനങ്ങളാണ് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ളത്. അതിലെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. നടൻ ദുൽഖർ സൽമാന്റെ എളംകുളത്തുള്ള വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. അവിടെ നിന്ന് റാഫി കരീം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റാഫി, ഈ റോയൽ ആർമി ഉപേക്ഷിക്കുന്ന വാഹനങ്ങളാണ്. ചെറിയ വിലയ്ക്ക്, കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നു, അത് ഹിമാചലിൽ കൊണ്ടുവരുന്നു, അവിടെ നിന്ന് രജിസ്ട്രേഷൻ നടത്തി വീണ്ടും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഈ രീതിയിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പരിശോധനകൾ വരുമ്പോൾ, ഇത് വാങ്ങുമ്പോൾ, വിന്റേജ് കാറുകളാകുമ്പോൾ തന്നെ ഇതിന് കൃത്യമായ പേപ്പറുകൾ ഉണ്ടായിരുന്നു. ഇത് വാങ്ങുന്നവർ ഇടനിലക്കാരിൽ നിന്നാണോ വാങ്ങിയത്, വാങ്ങുന്നവരിലേക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം വരുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം താരങ്ങൾ വാങ്ങിയ വാഹനങ്ങൾ അത് അവരുടെ അറിവോടുകൂടിയാണോ ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിട്ടുള്ളത്? അക്കാര്യം വളരെ പ്രധാനമാണ്. ദുൽഖറിന്റെ വീട്ടിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ? അവിടെ കൂടുതൽ പരിശോധന നടക്കുകയാണോ അതോ പൂർത്തിയാക്കിയിട്ടുണ്ടോ? പറയൂ റാഫി. ദുൽഖറിന്റെ വീട്ടിലുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഇപ്പോഴും ദുൽഖറിന്റെ വീടിനകത്തുണ്ട്. അവർ ആ പരിശോധനകൾ നടത്തുകയാണ് ഇപ്പോഴും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാഹനങ്ങൾ വാങ്ങുന്ന ആളുകൾ അത് നികുതി വെട്ടിപ്പ് നടത്തിയതിനു ശേഷം, ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയതിനു ശേഷമാണോ തങ്ങളിലേക്ക് എത്തിയതെന്ന് അറിയാതെയല്ല ഈ വാഹനങ്ങൾ വാങ്ങുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഈ വാഹനങ്ങൾ നേരത്തെയും വാങ്ങിയ ആളുകളാണ്. ഇത്തരം വാഹനങ്ങൾ വർഷങ്ങളായി ഉപയോഗിക്കുന്ന ആളുകളാണ്. ഈ വാഹനങ്ങളുടെ സാങ്കേതിക വിദ്യ മാത്രമല്ല, ഇതിന്റെ മറ്റ് പേപ്പർ രീതികളെല്ലാം ഈ വാഹനങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് കൃത്യമായി അറിയുന്നതുമാണ്. ഇവർ നിരന്തരം വാങ്ങുന്ന ഡീലർമാരിൽ നിന്ന് തന്നെയായിരിക്കും ഒരു പുതിയ വാഹനം എത്തുമ്പോൾ അതും വാങ്ങുക. അതുകൊണ്ട് തന്നെ ഇവരുടെ അറിവോടെ തന്നെയായിരിക്കും ഇത്തരം വാഹനങ്ങൾ ഈ ആളുകളിലേക്ക് എത്തിയത് എന്ന് വേണം പറയാൻ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ലാഭം ഇത്തരം വാഹനങ്ങൾ വാങ്ങുന്ന ആളുകൾക്കുള്ളത് സാമ്പത്തിക നേട്ടമാണ്. ഒപ്പം തന്നെ ഇന്ത്യയിൽ ഇല്ലാത്ത വിന്റേജ് ആയ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.